ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടാണെന്നറിയാമോ? നമ്മുടെ അബുദാബിയിലുള്ള ഹെറിറ്റേജ് വില്ലേജിലാണ്. അപ്പം ഹെറിറ്റേജ് വില്ലേജിനകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാവരും വായോ. അപ്പോൾ ഈ ഹെറിറ്റേജ് വില്ലേജ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നറിയാമോ? നമ്മുടെ കോർണിഷിനടുത്താണ് ഹെറിറ്റേജ് വില്ലേജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മറീന മോളൊക്കെ ഇല്ലേ, ആ മറീന മോളിൻ്റെ ആ വഴിയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഹെറിറ്റേജ് വില്ലേജിലേക്കുള്ള എൻട്രി തികച്ചും സൗജന്യമാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മളുടെ UAE ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഇൻ ദ ഡെസേർട്ട് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, അവിടെ UAE അവരുടെ ട്രഡീഷണൽ കാര്യങ്ങളും അതിൻ്റെ എങ്ങനെയാണ് അവരുടെ പണ്ടത്തെ കാര്യങ്ങളും അതിൻ്റെ കളക്ഷൻസും കുറേ കളക്ഷൻസ് ഉണ്ട്. കോയിൻസ് കളക്ഷൻസ് കുറേ ഉണ്ട്. ഇത് കണ്ടോ, കാർപ്പറ്റ് കളക്ഷൻസ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുണ്ട്. അത് കണക്ക് തന്നെ അവരുടെ വാളും പരിചയം കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതിൻ്റെ മോഡലിംഗ് എല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് UAE പണ്ട് കാലത്ത് പുതിയതായിട്ട് ഇപ്പം നമ്മൾ ഒരു വിസിറ്റിനൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും നമ്മൾ അവരെ വിസിറ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ്. കാര്യം UAE ഒരു പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ കൾച്ചറും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓരോ സെക്ഷനായിട്ട് അവരുടെ പോട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഗ്ലാസ് കൊണ്ടുള്ള ഐറ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് കണക്ക് തന്നെ അവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെപ്പൺസ് എങ്ങനെയൊക്കെയാണ്, അവരുടെ കോയിൻ കളക്ഷൻസ്, അങ്ങനെ ഒരു സെക്ഷനായിട്ട് എല്ലാം അവരതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ആനിമൽ സൂണും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചെറിയ ചെറിയ ഗോട്ടുകൾ, പിന്നെ ക്യാമൽ, പിന്നെ ഹോഴ്സ്, പിന്നെ ഡക്സ്, അങ്ങനെ കുഞ്ഞു ആയിട്ടുള്ള ചെറിയൊരു മിനി സൂന്ന് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് കുറച്ച് ഇരുട്ടിപ്പോയായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും അതിനെ ഒന്നും കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് അത്ര അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. നമുക്ക് ബാക്കി കാണാമേ. അപ്പം നമ്മൾ ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഓരോ മ്യൂസിയങ്ങൾ കണ്ട് പോയാലോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈവനിങ് ടൈമിൽ നമുക്ക് ഫാമിലി ആയിട്ട് റിലാക്സ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണ് ഈ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മളിങ്ങനെ കറങ്ങിക്കണ്ട് മ്യൂസിയം എല്ലാം കറങ്ങിക്കണ്ട് പോയി നമ്മൾ ഈ ആനിമൽസിനെയൊക്കെ കണ്ട് നമ്മളവിടെ പോയിരിക്കുമ്പോൾ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചാണെങ്കിൽ ശരിക്കും ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമ്മുടെ ബീച്ചിൽ, കോർണിഷ് ബീച്ചിൻ്റെ ആ ബീച്ചിലോട്ടാണ് അത് ഫേസ് ചെയ്യുന്നത്. നല്ല ഭംഗി, ഈവനിങ് സമയത്ത് നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഈ ഹെറിറ്റേജ് വില്ലേജ്. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചറിനെ പറ്റിയും അതേപോലെ തന്നെ ട്രഡീഷണൽ വേസ് എങ്ങനെയൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ യൂസ് ചെയ്തിരുന്നതും ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക് കേട്ടോ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇവിടെ UAE വന്നു കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. നമ്മൾ എങ്ങനെയാണ് പിന്നെന്താ ഓയിലുകളൊക്കെ എങ്ങനെയാണ് പണ്ട് ഇവർ സൂക്ഷിച്ചിരുന്നത്, ഇവരെങ്ങനെയാണ് പേൾസൊക്കെ കടലിൽ നിന്ന് എടുത്തിരുന്നത്, അതെങ്ങനെയാണ്, അത് എല്ലാം ചെറിയ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവരിവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത്
അളക്കുന്നത്, അതിൻ്റെ ത്രാസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും, എങ്ങനെയാണ് കടലിനകത്തുനിന്ന് പിടിക്കുന്നതെന്നുള്ളതും, പിന്നെ ഇവർ ആനിമൽസിനൊക്കെ ഹണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, പിന്നെ ആ പേൾ ട്രേഡേഴ്സിൻ്റെ ബുക്ക് വരെ നമുക്കിവിടെ കാണാൻ പറ്റും. അവരെങ്ങനെയാണത് മാർക്ക് ചെയ്തിരുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓൾഡ് അബുദാബിയുടെ പിക്ചേഴ്സായി കാണുന്നത് കണ്ടോ, ഓൾഡ് സ്കൂളുകൾ, ഓൾഡ് അബുദാബി എങ്ങനെയായിരുന്നെന്നും ന്യൂ അബുദാബി ഇപ്പം എങ്ങനെയാണെന്നുള്ളതും എല്ലാ പിക്ചേഴ്സ് ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് ഈ അബുദാബിയെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അത് ഫുള്ള് നമുക്ക് ഓവറോൾ നമുക്കൊരു റൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതണക്ക് തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവരുടെ മെയിനായിട്ടുള്ള ക്യാമൽ, അതിൻ്റെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഹോഴ്സ്, പിന്നെ അതേപോലെ അവരുടെ ഗോട്ട്, അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു റിലാക്സേഷനും എൻജോയ്മെൻറ്റിനും ആയിട്ടുള്ളൊരു പ്ലേസ് ആയത് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ വെളിയിൽ നിന്ന് എടുക്കാം, എൻട്രി ഫീസ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ടൈമിങ് നിങ്ങൾ നോക്കി വെച്ചോണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓൺലൈൻ കാണിക്കുമ്പോൾ 10 to 4 ആയിരുന്നു കാണിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പം 10 to 7 കാണിക്കുന്നുണ്ട്, 10 AM to 7 PM. അതേപോലെ തന്നെ ഫ്രൈഡേ അവർക്ക് 2 ടൈമിംഗ് ഉണ്ട്, സ്പ്ലിറ്റ് ആയിട്ടാണ്. രാവിലെ ഒരു ടൈമിങ്ങും ഈവനിങ് 3 to 9 PM കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡേ 2ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ചിലപ്പം ഈവനിങ് ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ ആൾക്കാർക്ക് ഫ്രൈഡേ ഈവനിങ് അവിടെ പോയി കാണാൻ പറ്റും. ഇത് കണ്ടോ, അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും കാണിക്കുന്നുണ്ട്. അവർ കണ്ടോ, ഇത് കണ്ടോ, ത്രാസും അതിൻ്റെ കാര്യങ്ങൾ അവരെങ്ങനെയാണ് സേവ് ചെയ്തിരുന്നതും എല്ലാം അവരിനകത്ത് ഇതിനകത്ത് നമുക്കെല്ലാം കണ്ടിറങ്ങാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം പോവാത്തവർ തീർച്ചയായിട്ടും പോകണം, നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിവിടുത്തെ ഹോഴ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ ക്യാമലിനൊക്കെ കാണാൻ വേണ്ടി പോവുകയാണെ. രാവിലെ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ ഹോഴ്സിൻ്റെ മണ്ടേ കയറാൻ പറ്റും കേട്ടോ. ക്യാമലിൻ്റെ മണ്ടയിലും അവർ കയറ്റും. അവരതിനെ നമുക്ക് ജസ്റ്റ് അവിടെ നിന്നാൽ മതി, അവർ നമ്മളെ ഹോഴ്സിൻ്റെയും ക്യാമലിൻ്റെയും എല്ലാം മണ്ടേ കയറ്റും. പക്ഷെ നമ്മൾ ഈവനിങ് ടൈം വന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല, അതായത് നമുക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ ആൾക്കാർ അവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ക്യാമലൊക്കെ ഉറങ്ങാറായ സമയത്താണ് തോന്നുന്നു നമ്മൾ വന്നത്. അങ്ങനെ കണ്ടോ, നമ്മൾ ഹോഴ്സ്, ക്യാമല്, ആടും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ റൂമിൽ പോയി അവരെ ശല്യപ്പെടുത്താനായിരുന്നു. കാര്യം അവർ ഓൾറെഡി അവരെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടി. ഇത് ഏത് ആനിമലാണെന്ന് എനിക്കങ്ങോട്ട് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഓറിക്സ് ആയിരിക്കും എന്ന്. കാര്യം എൻ്റെ കൊമ്പൊക്കെ അങ്ങനെ കണ്ടിട്ട് UAE നാഷണൽ ആനിമൽ ഒന്ന് ഓറിക്സ് ആട്ടോ. അപ്പം അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കങ്ങോട്ട് ക്ലിയറായിട്ട് നോക്കിയിട്ട് ഓറിക്സ് ആണെന്ന് തോന്നുന്നില്ല. അത് ഇനി ഓറിക്സിൻ്റെ കുഞ്ഞു വല്ലതും ആണോ എന്ന് അറിയത്തില്ല. കൊമ്പൊക്കെ ഏകദേശം അതേപോലൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ നമുക്കൊരു കുഞ്ഞു മിനിസു ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഓറിക്സ്, ക്യാമല്, ഹോഴ്സ്, ഗോട്ട്, പിന്നെ അത് കണക്ക് തന്നെ ഡക്ക്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ഹട്ട് പോലുണ്ട്. ഇവിടുത്തെ പഴയ ആ ഒരു എങ്ങനെയായിരുന്നു ഇവർ കാണിച്ചിരിക്കുന്നത് എന്നുള്ള അവരുടെ കൾച്ചർ അതിൻ്റെ കാണിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ വന്നിരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും, ഇതിന് താഴെ വന്നിരിക്കാൻ പറ്റും. അതേപോലെ ഒരു കുഞ്ഞ് ഹട്ട് പോലെ ഇവർ ഇതാക്കിയിട്ടുണ്ട്. ഇതിനോട് തന്നെ ചേർന്നാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോർണിഷ് ബീച്ച്. നമുക്ക് ഇവിടെ വന്നിരുന്ന് നല്ല തൊട്ടടുത്ത് തന്നെയാണ്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അമേസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുവൽ AC ആട്ടോ. അതായത് അവർ പല സൈഡിൽ നിന്ന് കാറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അവർ കാറ്റിനെ ട്രാപ്പ് ചെയ്ത് അതിൻ്റെ താഴോട്ട് നമുക്ക്
നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാഗ്. അങ്ങനെ നമ്മളെല്ലാം കണ്ടു. ഓവറോൾ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.